ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ യൂട്യൂബ് എന്നൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് സക്സീഡ് ആവുക എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മൊബൈൽ ഫോണിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെ വ്ളോഗിങ്ങും അല്ലെങ്കിൽ അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു ചാനൽ തുടങ്ങിക്കൂടെ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് തുടങ്ങാനായിട്ട് എങ്ങനെ തുടങ്ങണം എന്ന് അറിയാത്തവരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഇപ്പം ഞങ്ങളുടെ യൂട്യൂബ് ഒരു 3-4 മന്ത്സ് ആയിട്ടാണ് ഞങ്ങളൊന്ന് ആക്റ്റീവായി തുടങ്ങിയത്. യൂട്യൂബ് ചാനൽ ഓൾറെഡി ഒരു 4 മന്ത്സിന് മുന്നേ 4 years ആയി ക്രിയേറ്റ് ചെയ്തിട്ട്, പക്ഷേ ഈ ഒരു 3-4 മന്ത്സ് ആയിട്ട് ഞങ്ങൾ ആക്റ്റീവായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് എന്നൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമുക്ക് അത്യാവശ്യം ഒരു സബ്സ്ക്രൈബേഴ്സും ആയി. നമ്മൾ പിന്നെ യൂട്യൂബിൻ്റെ കുറച്ച് ക്രൈറ്റീരിയസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോൺടാക്ട്സിലുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങളെങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ടാഗ്സ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കീവേഡ്സ് കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ തിരിച്ച് മെസ്സേജ് കൊടുക്കാറുണ്ട്, നമ്മളിങ്ങനെ ഒരു വീഡിയോസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ അയച്ചു തരാമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് ഈ ഒരു യൂട്യൂബ് എന്നൊരു ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം എങ്ങനെ നമുക്ക് സക്സീഡ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പറഞ്ഞ കറക്റ്റ് സ്റ്റെപ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന ആഗ്രഹമുള്ളവർ, ഇപ്പോൾ ചിലവരൊക്കെ ഉണ്ടാവും, അവർക്ക് വീട്ടിൽ ഇപ്പോൾ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ അവർക്ക് അവരുടെ പാഷൻ ഒന്ന് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കുറച്ച് പബ്ലിക്കിലേക്ക് എത്തിക്കണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുള്ളവർ. പിന്നെ ചിലവരുണ്ടാവും ഒരു പാസീവ് ഇൻകം ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലെന്നൊക്കെ ആലോചിക്കുന്നവർ. അപ്പോൾ അവർക്ക് അറിയാത്തത് കൊണ്ടും എങ്ങനെയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റായി പോവുക. കാരണം ഇത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ പോവല്ലോ. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവും ഇത് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവുമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല, അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഈ ഒരു വീഡിയോസിലൊക്കെ നമ്മളിനി എങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടിപ്സ് എന്താണ്, എങ്ങനെയാണ് വീഡിയോസ് പബ്ലിഷ് ചെയ്യേണ്ടത് എന്നതിനൊക്കെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുക. അപ്പം ഞങ്ങളുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ മുന്നേ നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ ടാബിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ചെയ്യേണ്ട കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ. പിന്നെ നമ്മൾ എന്തൊക്കെ ടിപ്സാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളൊരു 2-3 നമ്മൾ ടിപ്സൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് വാച്ച് ചെയ്യുക.